ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും സ്കീമിൻ്റെയും ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സും ഇലക്ട്രിക്കൽ സ്കീംസും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം നിങ്ങൾ ചെറിയൊരു പൈസ മുടക്കി നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു മൈ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഇത്ര ഇമ്പോർട്ടൻ്റോടുകൂടി ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും വീടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കിടെക്ചർ 3D ഡ്രോയിങ്ങും പ്ലാനും ഉണ്ടാവും. പക്ഷേ വളരെ അപൂർവം അല്ലെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടാക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണത്? കാരണം നിങ്ങളൊരു വീടുണ്ടാക്കിയതിൻ്റെ ഫെയിലിയർ കാരണം അത് പൊളിഞ്ഞു പോകുക അല്ലെ കേടാവാനോ വളരെ ചെറിയൊരു സാധ്യതയുള്ളൂ. പക്ഷേങ്കിൽ ഒരു ഇലക്ട്രിക്കൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, വയറിങ്ങിൻ്റെ മിസ്റ്റേക്ക് കാരണം ഭയങ്കര ഇലക്ട്രിസിറ്റി ലീക്കേജ് വരുന്നു, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കേടാവുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നിങ്ങൾ സ്ഥിരം ഡേ ടു ഡേ കേൾക്കുന്നുണ്ട്. എന്നിട്ടും വളരെ അപൂർവം ആൾക്കാരെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരച്ചുകൊണ്ട് അവർ വീടുകൾ നിർമ്മിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇലക്ട്രിക്കൽ ഡ്രോയിങ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി നിങ്ങളുടെ സുരക്ഷയ്ക്കും ആ വീട്ടിൽ ഘടിപ്പിക്കുന്ന എക്യുപ്മെന്റ് സുരക്ഷയ്ക്കും വേണ്ടിയാണ്. സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ SPD സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വെച്ചാൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇടിമിന്നൽ അതേപോലെ തന്നെ വോൾട്ടേജ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. അതേപോലെ തന്നെ കറക്റ്റ് രീതിയിൽ RCCB ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ട്രിപ്പായി നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. ഇപ്പം മിക്ക സ്ഥലത്തും ഞാൻ കാണുന്നത് ഒറ്റ RCCB വെച്ചുകൊണ്ട് മാത്രമാണ് വയറിംഗ് ചെയ്യുന്നത്. ഇത് KCBന്ന് പെർമിഷൻ കിട്ടാൻ വേണ്ടി ഇത് മതി. പക്ഷേ നിങ്ങളൊരു ഇൻവേർട്ടർ ഉള്ള വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ മെയിൻ പവർ കട്ട് ആയി കഴിഞ്ഞാൽ ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന പവർ കൊണ്ട് നിങ്ങൾക്ക് ഷോക്ക് അടിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇൻവേർട്ടർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് ഷോക്ക് ഏറ്റെന്ന് വയ്ക്കുക, അപ്പോൾ തന്നെ RCCB ട്രിപ്പ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഷോക്ക് അടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നില്ല, അതിന് ആ സ്പോട്ടിൽ തന്നെ ഇൻവേർട്ടറിൽ നിന്നുള്ള സപ്ലൈ വന്നുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷോക്ക് അടിക്കും. ആ ഇൻവേർട്ടർ സപ്ലൈയിൽ RCCB ഇല്ലാതെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ മരണം വരെ സംഭവിക്കാൻ പറ്റും. ചെറിയ ചെറിയ ഡിസൈൻ ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം വലിയ വലിയ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് എനർജി ബില്ലിന്റെ റിഡക്ഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനും പ്രോപ്പർ ആയിട്ടുള്ള വയർ സെലക്ഷനും പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ് സെലക്ഷനും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എനർജി ബില്ല് കുറയ്ക്കാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള വയറിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ് സെലക്ഷനും ഉണ്ടെങ്കിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലീക്കേജ് ഇല്ലാതെ പക്ഷം തന്നെ നിങ്ങൾക്ക് വയറിന്റെ ലെങ്ത് കുറയ്ക്കുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് എനർജി സേവിങ് സാധ്യമാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇയർ ടു ഇയർ നിങ്ങൾക്ക് ലാഭം തരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, പെർഫെക്റ്റ്ലി ഡിസൈൻ ചെയ്ത ഒരു വീട്ടിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓൾറെഡി അവിടെ സോക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇലക്ട്രിക്കൽ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും, അതായത് ലൈറ്റ് ഇവിടെ വേണം, ഫാൻ ഇവിടെ വേണം, ഒരു പവർ പോയിന്റ് ഇവിടെ വേണം, അപ്പോൾ ഇത്ര പ്ലഗ് ഇവിടെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ നിങ്ങളായി ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ഡിസൈൻ ഫൈനലൈസ് ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ കുത്തിപ്പൊളിച്ച് പിന്നെ മുകളിലൂടെ ട്രങ്കിങ് ഇട്ടിട്ട് ഒരു പോയിന്റ് എടുക്കലും അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. നിങ്ങൾക്ക് വ്യക്തമായി പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് മുൻകൂട്ടിയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ അടക്കം നമുക്ക് ഒരു പ്രോപ്പറായി പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ ഉൾക്കൊള്ളുത്താം. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ കാർ. ഇപ്പോൾ എത്ര വീട്ടിൽ നിങ്ങളിപ്പോൾ ഇലക്ട്രിക്കൽ കാർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഭാവിയിൽ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഒട്ടനവധി വീടുകളിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സും കാർസും വരാൻ പോകുന്നു. പക്ഷേ എത്ര വീടുകളിൽ ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് ഉണ്ട്? നിങ്ങൾ ആരും കാണിച്ചു ഇത് ചാർജിങ് പോയിന്റിൽ എത്ര mm കേബിൾ ഇടണം, എത്രയായിരിക്കും ഇതിന്റെ ആംബിയർ റേറ്റിംഗ് കൊടുക്കുന്നത്? ഇപ്പൊ മാർക്കറ്റിലുള്ള ആംബിയർ റേറ്റിംഗ് തന്നെ ഭാവിയിലും ഉണ്ടാവുമല്ലോ, അത് കൂടാനുള്ള സാധ്യതയുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഡിസൈൻ പ്രോബ്ലംസ് ഉണ്ട്. സാധാരണക്കാരൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഫ്യൂച്ചറിലേക്ക് ചെയ്യാം. അതേപോലെ തന്നെ പ്ലംബിങ്ങിന്റെ കേസ് എടുത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു സോളാർ വാട്ടർ ഹീറ്റർ വെക്കണമെങ്കിൽ ഇത് ഫസ്റ്റ് തന്നെ കൺസിഡർ ചെയ്ത് അതിന് പൈപ്പിംഗ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഭാവിയും മുൻകൂട്ടി തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോസ്റ്റ് റിഡക്ഷൻ ആണ്. അതായത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കോൺഡ്യൂട്ടിങ്ങും കാര്യങ്ങളും ഏതിലൂട്ട് ഇടണം, എത്ര സാധനങ്ങൾ നമുക്ക് റൂഫിലൂട്ട് ഇടാം, എത്ര എണ്ണം വാളിലൂട്ട് പോകണം, അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ കേബിളുകൾ എവിടെയൊക്കെ ലെങ്ത് നമുക്ക് ഷോർട്ടൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ ഫാക്ടർ വയ്ക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും
നല്ലൊരു ശതമാനം നിങ്ങൾക്ക് കോസ്റ്റിൽ ലാഭിക്കാൻ പറ്റും. ഇതാണ് ഈ ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെറിയൊരു പൈസ കൊടുത്ത് ഡിസൈൻ എടുക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് സേവിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കോസ്റ്റ് സേവിങ് ചെയ്ത ഒരു വീട്ടിലും പ്രോപ്പർ ആയിട്ടുള്ള വയറിംഗ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മെയിൻ്റനൻസ് കോസ്റ്റിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാവും. സിമ്പിളായിട്ട് ഞാൻ പറയും, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വയർ ചെയ്ത് പോയി 10 വർഷം കഴിഞ്ഞ് ആ വയർമാൻ ചിലപ്പോൾ ഗൾഫ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ വയർമാൻ ഇപ്പോൾ പണി നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ രാജ്യത്തിലേ ഉണ്ടാവില്ല, വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടാവും. പിന്നീട് വരുന്ന ഒരാൾക്ക് ഇത് എങ്ങനെ വയർ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഏത് കേബിൾ എവിടെ നിന്ന് എന്ത് ഓഫ് ചെയ്ത് എന്താ വരിക, എവിടുന്ന ലീക്കേജ്, ആ ലീക്കേജ് കണ്ടെങ്കിൽ കേബിൾ ഏതിലൂട്ടിയാണ് പോയിട്ടുണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. മിക്ക പഴയ വീട്ടിലും നമ്മളൊരു പ്രൊജക്റ്റ് ആയിട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. പ്രോപ്പറായി ഡിസൈൻ ചെയ്ത വീട്ടിൽ നമുക്ക് വൃത്തിയായിട്ട് അറിയാൻ പറ്റും ഇന്ന MCB ഇന്ന സ്ഥലത്തു നിന്നായിരിക്കും വരുന്നുണ്ടാവുക. ആ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര കേബിളാണ് വ്യക്തമായിട്ട്, വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മെയിൻ്റനൻസിലും മെയിൻ്റനൻസ് കോസ്റ്റിലും മെയിൻ്റനൻസ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. ഇനി നിങ്ങൾ പുതിയൊരു വീടിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്ലാനും ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടന്റിനെ കൊണ്ട് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സും സ്കീംസും വരപ്പിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഏതെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിദേശത്തുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹോപ്പ് ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.